കുഞ്ഞു മിനസാൻ നാനോമിഷൻ്റെ സീസൺ 2 എപ്പിസോഡ് 50ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി ഞാൻ ഒരു ബിഗ് എപ്പിസോഡാണ് ചെയ്യാനായിട്ട് പോകുന്നത്. 6 ചാപ്റ്റേഴ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിലുപരി ഇമ്പീരിയൽ പാലസിൻ്റെ ആ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാനും പോകുകയാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ താഴത്തുള്ള ആ ഒരു ഹൈ ബട്ടണും അമർത്താൻ മറക്കണ്ട. പിന്നൊരു കാര്യം, ലോങ് വീഡിയോ ആണ്, അതിന് മാക്സിമം ലൈക്കും കമൻറ്റൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഇയോട്ടെ അവളുടെ തലയിലേക്ക് അവൻ്റെ കൈ കുത്തി ഇറക്കുകയും ചെയ്തു. പെട്ടെന്ന് അവളുടെ ബോധം നഷ്ടപ്പെട്ടു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അത് തിരിച്ചു വന്നിട്ട് അവനെ നോക്കി. അവനിട്ട് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ കാണുന്നത് അവൾ അവൻ്റെ മുമ്പിൽ നിന്ന് മാഞ്ഞുപോയി അവൻ്റെ തൊട്ട് പുറകിൽ വന്നതാണ്. എന്നിട്ടൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇയോൺ തൻ്റെ കൈ യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം തൻ്റെ എനർജി യൂസ് ചെയ്ത് അവളെ നേരെ ബാക്കിലേക്ക് അടിച്ചിടുകയും ചെയ്യും. എന്നാൽ അവൾ അവിടെ ചെന്ന അടുത്ത സെക്കൻഡിൽ തന്നെ തിരിച്ച് നേരെ അവൻ്റെ നേരെ വന്ന് മാസീവുള്ള ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവനെ കംപ്ലീറ്റ്ലി സർപ്രൈസ് ചെയ്യിച്ചു. അവളവിടെ നിൽക്കുന്നില്ലായിരുന്നു. അവൾ വീണ്ടും കണ്ടിന്യൂസ്ലി വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്കുറപ്പാണ് ഞാൻ അവളുടെ തലയിലേക്ക് എൻ്റെ കൈ കുത്തി ഇറക്കിയതാണ്. എന്നിട്ടും അവളൊരു ഇഞ്ച് പോലും അല്ല, ഇവൾക്ക് വേദന എന്തെന്നറിഞ്ഞൂടെ. പെട്ടെന്നായിരുന്നു അവൾ നേരെ മുന്നിലേക്ക് വന്നിട്ട് നിലത്തേക്ക് തൻ്റെ കൈകൾ കുത്തിയിറക്കിയത്. അടുത്ത സെക്കൻഡ് ആ സ്ഥലമൊക്കെ ഒന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി. പിന്നെ കാണുന്നത് അവൻ്റെ കാൽ ചൂട്ടിലേക്ക് പല സ്ഥലത്തൂടെ തീ വരുന്നതാണ്. പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. ഇവൻ ജസ്റ്റിനാണ് അത് ഡോഡ്ജ് ചെയ്ത് മാറിയത്. പക്ഷേ അതിനുശേഷം അവ നേരെ അവളെ നോക്കിയിട്ട് അവളുടെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയി. നാശം, ഇവൻ എപ്പോഴാണ് ഇവിടെ വന്നത്? പക്ഷേ അറ്റാക്കിന് പകരം തൻ്റെ എനർജി യൂസ് ചെയ്ത് അവളെ അങ്ങോട്ട് പുഷ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്ത സെക്കൻഡ് അവളവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവൾ നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവളുടെ പുറകിലുണ്ടായിരുന്ന ആ തീ മുഴുവൻ കേട്ട് അവിടെ കംപ്ലീറ്റ്ലി ഫ്രീസ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പെട്ടെന്നാണ് അവൾക്ക് തലവേദന എടുക്കാനായിട്ട് തുടങ്ങിയത്. ആ സമയത്താണ് ഇയോണത് ശ്രദ്ധിക്കുന്നതും. അല്ല, അവൾ റീജനറേറ്റ് ചെയ്തോ? അത് കണ്ടിട്ട് ഞാനും എബിലിറ്റി പോലെയുണ്ടല്ലോ. അതിലുപരി അവളുടെ ഫ്ലെയിം ഇപ്പോഴും എൻ്റെ കയ്യിൽ നിൽപ്പുണ്ട്. അവളുടെ ഫ്ലെയിം ക്യൂ എന്ന് പറയുന്നത് അത് ശരിക്കും ഹയറാണ്. ഒരു സ്ത്രീ ആയിട്ട് പോലും ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയധികം യാങ് എനർജി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പെട്ടെന്ന് അവനൊന്ന് ശ്വാസം പിടിയും. അടുത്ത സെക്കൻഡ് ആ ഒരു തീ പെട്ടെന്ന് കെട്ടുപോയി. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ എനർജി എന്ന് പറയുന്നത് നിയർലി ഇൻഫിനിറ്റ് ആണ്. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ മാർഷൽ ആർട്ടിസ്റ്റ് കൊണ്ട് മാത്രം നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ സാധിക്കുമെന്നോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളായിട്ടും ഇമ്പീരിയൽ പാലസായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അവൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ആരും അറിയാതെ പോകുന്നതായിരിക്കും. ആ മനുഷ്യൻ സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടിൻ്റെ ഒരു സ്പൈ ആണ്. അവൻ ജിങ്ഹുവിലാണെങ്കിൽ കൂടി അവൻ ഞങ്ങൾക്ക് എതിരെയാണ്. ഇപ്പോൾ ആട്ടെ അവൻ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ കറപ്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്ത്? ദ സുപ്രീം ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടോ? അല്ല, ഇതെല്ലാം അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണോ? അതെ, ജിങ്ഹുക്കും ഇമ്പീരിയൽ പാലസും തമ്മിൽ ന്യൂട്രലുള്ള ഒരു പൊസിഷനുണ്ട്. അത് തകർക്കാനാണ് ഇവർ നോക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ഇവനെ പിടിക്കാനും ഇവനെ സ്റ്റോപ്പ് ചെയ്യാനുമായിട്ട്. എങ്കിലും എനിക്ക് ഒരിക്കലും നിന്നെ വിടാൻ സാധിക്കത്തില്ല. എംബറിൻ്റെ സ്ഥലം കൂടിയാണിത്. എംബറിൻ്റെ സക്സസേഴ്സ് ഉള്ള സ്ഥലമാണ്. അവർ ജിങ്ഹുവിനെ അക്നോളജ് ചെയ്തു. പക്ഷേ അവരായിട്ട് തന്നെ ഒരു പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അനാവശ്യമായി ഞാൻ കുറച്ച് ഇൻഫോർമേഷനും അവൾക്ക് കൊടുക്കുകയുണ്ടായി. എന്നാൽ അവൾ ചിന്തിക്കുന്നത് എന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് മറ്റൊരു രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എങ്കിൽ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട്, ദേ ഇതിൻ്റെ അവസാനത്തെ വാണിംഗ് ആണ്. വാണിങ്ങോ? എനിക്കെതിരെ നമ്മൾ അവളവിടെ കൈ അങ്ങോട്ട് ഞൊടിച്ച്. ജിങ്ഹുവിൽ നിന്റെ ഫെയിമും ബാക്കിയുള്ളതെല്ലാം നീ മറന്നേക്ക്. കാര്യം ഇത് ഇമ്പീരിയൽ പാലസ് ആണ്. വിഡി, നീ ഒറ്റക്കൊന്ന് നിനക്ക് ഞങ്ങളോട് മുട്ടാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? ഒറ്റയ്ക്കോ? അതിനാരാടി നിന്നോട് പറഞ്ഞത് ഞാനിവിടെ ഒറ്റക്കാണ് വന്നെന്ന്? എന്ത്? അതേസമയം 3 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളിത് സെൻസ് ചെയ്ത് തിരിഞ്ഞ് നോക്കിയത്. അപ്പോൾ അവൻ ഒറ്റക്കല്ലായിരുന്നല്ലേ. അതേസമയം ഹ്യൂവങ്ങും സാർമായും സാർ ലീയും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് സാർമായിനെ അവിടുന്ന് കാണാതായി. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, താങ്കൾ എന്നെ വിളിച്ചോ? എന്ത്? അവൻ്റെ മൂമെൻറ്റ്സ് ഞാൻ കംപ്ലീറ്റ്ലി മിസ്സാക്കി. ഇതേ സമയം അവനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവനൊരു എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതടിച്ച എല്ലാവരും കിടുങ്ങിപ്പോയി. എനിക്കെൻ്റെ ശരീരം അനക്കാൻ സാധിക്കുന്നില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ മരണത്തിന് തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്.
എടാ നായേ, ഇതാണോ നിന്റെ ട്രംപ് കാർഡ്? ശബ്ദിച്ചു പോകരുത്. നിനക്ക് മൈ ലോഡിനോട് അങ്ങനെ സംസാരിക്കാനുള്ള അർഹത പോലും ഇല്ല എന്നും പറഞ്ഞിട്ട് സർലി തൻ്റെ സോഡുമായിട്ട് നേരെ മുന്നിലേക്ക് നടന്നു. അവനും ഓർഡിനറി ആയിട്ടുള്ള മനുഷ്യരായിട്ട് എനിക്ക് തോന്നില്ല. നിൽക്കവിടെ. നീ ഇനി എങ്ങനെ മുന്നിലേക്ക് നടന്ന ഉറപ്പായിട്ടും ഞാൻ തന്നെ. പക്ഷേ ആര് കേൾക്കാൻ? അവൻ നേരെ മുന്നിലേക്ക് നടന്നു. അവൾക്കാട്ടെ ദേഷ്യം വരികയും ചെയ്തു. ഞാൻ നിന്നെ വാൺ ചെയ്തതാണ്, ഇനി അനുഭവിക്കുന്നു പറഞ്ഞിട്ട് അവളൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. നീ ഫ്ലെയിം ക്യൂയെ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ലായിരുന്നു. അതേസമയം അവൾ ചെയ്ത ഓരോ അറ്റാക്കും അവനങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. എന്നാൽ അതിനോടൊപ്പം തന്നെ അവളുടെ സോഡും ഒടിയാനായിട്ട് തുടങ്ങി. പിന്നെ കാണുന്നത് അവൻ്റെ സോഡിലേക്ക് തീ പടർന്ന് കയറുന്നതാണ്. നീ മെയർലി ഫ്ലെയിം ക്യൂയാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ ഞാൻ അടങ്ങാത്ത തീ ജ്വാലയാണെന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുകയും പിന്നെ കാണിക്കുന്നത് അവൾ നേരെ തിരിച്ച് ബാക്കിലേക്ക് ചാടി വരുന്നതാണ്. അവളുടെ സോഡ് കംപ്ലീറ്റ്ലി ബ്രോക്കായിരുന്നു. എന്നാൽ സോഡ് മാത്രമല്ല, അവളുടെ ഒരു കൈയും കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോയിരുന്നു. ഞാൻ അവളുടെ ഹൃദയം കുത്തിയെടുക്കാനാണ് നോക്കിയിരുന്നത്, പക്ഷേ അവളത് ഡോഡ്ജ് ചെയ്തിരുന്നു. അവൾ ഒട്ടും നിസ്സാരമല്ല. ഇവർ പൊസസ് ചെയ്തിരിക്കുന്ന മാർഷൽ ആർട്ട് പവേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എവല്യൂഷണൽ റിലത്തിലാണുള്ളത്. ഇതെങ്ങനെ സാധ്യമായി? അവൻ ഇത്ര എളുപ്പത്തിലാണ് ആ സോഡ് ക്യൂയെ ഡിസ്ട്രോയ് ചെയ്തത്. ഇതേ സമയം പെട്ടെന്നായിരുന്നു ഒരുത്തി അവളുടെ വട്ടം വന്ന് നിന്നത്. അല്ല, ആ ചുമലമുടി, ആ ക്രിംസൺ ഫയർ സോഡ്, നീ ഫ്ലെയിം കിങ് അല്ല, ലീ ഹോങ് യു അല്ലേ? എന്ത് ഫ്ലെയിം കിങ്ങോ? അതിനർത്ഥം അവൻ ഡിമോണിക് കൾട്ടിൽ നിന്നല്ലേ? അല്ല, അപ്പോൾ പിന്നെ ഇവരൊക്കെ ഈ കാണുന്നത് ഇവരെല്ലാവരും അവിടുന്ന് വന്നവരാണോ? ഇമ്പീരിയൽ പാലസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഗാർഡിയൻസ് ആയിരുന്നു. എന്നാൽ അവർക്കിടയിൽ, അതായത് ഇമ്പീരിയൽ പാലസും ജിങ്ഹയുടെ ഇടയിലാട്ടെ ഒരു ന്യൂട്രലുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. എന്നാലും അവർ ജിങ്ഹുവിനെ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു ത്രെറ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ത്രെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമോണിക് കൾട്ടായിരുന്നു. നാശം, ഇവരിവിടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇവന് 100,000 ഫോളോവേഴ്സ് ഉണ്ടെന്ന്. റൂമേഴ്സ് പറയുന്നത് ഇവൻ പറഞ്ഞ അവർ മരിക്കാൻ ഒരു മടിയും കാണിക്കത്തില്ലെന്ന്. ഇവൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ ഒരു തവണ ഇവിടെ നിന്നോട് ചോദിക്കും, നീ ഡിമോണിക് കൾട്ടിൻ്റെ ലീഡറാണോ? അപ്പോൾ പിന്നെ ഇതെനിക്ക് മറച്ചു വെക്കാൻ സാധിക്കത്തില്ലല്ലേ? മൈലോഡ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ മുടി ഡൈ ചെയ്തിരുന്നു, പക്ഷേ എൻ്റെ ക്യൂഐ യൂസ് ചെയ്തപ്പോൾ അതെല്ലാം തന്നെ വീണ്ടും പഴയ പോലെ. അവനത് ഡിനൈ ചെയ്യുന്നില്ല. അതിനർത്ഥം അവൻ ലീഡർ ആയിരിക്കുമെന്നാണ്. ലോ പ്രകാരം ഞാൻ ഇവരെല്ലാവരും കൊല്ലണം, ക്യാപ്ചർ ചെയ്യണമെന്നാണ്. പക്ഷേ ഇതത്ര നിസ്സാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് അവൾ ബോച്ചിട്ട് പറയുകയും ചെയ്യും, ഡിയർ ലീഡർ ഓഫ് ദി ഹെവൻലി ഡിമൺ ഡിവൈൻ കൾട്ട്, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് താങ്കളാണെന്ന്. ഞാൻ വീണ്ടും പറയുവാണ്, എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ന്യൂട്രലുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിട്ട് താങ്കളിവിടേക്ക് പറയാതെ വന്നതാണ് ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം. പക്ഷേ താങ്കൾ ശരിക്കും വാല്യുബിളുള്ള ഒരാളാണ് ഞങ്ങളുടെ ഇടയിൽ. താങ്കൾ പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഇമ്പീരിയൽ പാലസിൻ്റെ ഗാർഡൻസിൻ്റെയൊക്കെ ഞാനിത് ഇൻഫോം ചെയ്തിട്ട് ബാക്കിയുള്ള വളരെ സ്മൂത്തായിട്ട് നടത്താവുന്നതാണ്. ഇവനെന്തായാലും ഇത്ര പൊളൈറ്റായിട്ട് ചോദിക്കുന്നുണ്ട്, എഗ്രി ചെയ്യുമെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, കാര്യം അവൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോൾ റിവീൽ ആയ സ്ഥിതിക്ക് ഇനി എന്തായാലും അവൻ പ്രശ്നത്തിൽ പോയി ചാടും. ആ സമയത്ത് ഈയൊന്ന് ചിരിക്കുന്നുണ്ട്. യെസ്, അവൻ ചിരിച്ചിരിക്കുന്നു. അതിനർത്ഥം അവൻ ഞങ്ങളുടെ കൂടെ കാണുന്നതാണ്. അവനകത്തേക്ക് കൊണ്ടുവന്നാണ് ബെറ്റർ. ബിക്കോസ് ഇതറിഞ്ഞ മാജസ്റ്റി ഉറപ്പായിട്ടും ഈ ഒരു നോൺ അഗ്രഷൻ ട്രീറ്റി നശിപ്പിക്കുന്നതായിരിക്കും. താങ്കളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വളരെ നന്ദിയുണ്ട്. താങ്കൾ എൻ്റെ പിന്നാലെ വാ. പെട്ടെന്നാണ് ഒരു അറ്റാക്ക് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന പലരുടെയും തല തന്നെ മുറിഞ്ഞ് പോകുന്നതും പിന്നെ അവൾ കാണുന്നത് അവളുടെ കൂട്ടത്തിലുള്ള പലരുടെയും തല ചിന്നിച്ചിതറി പോകുന്നതാണ്. താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് കൊള്ളാം. കുറച്ച് മുമ്പ് വരെ പൊളൈറ്റായിട്ടാണ് നീ സംസാരിച്ചത്. ഇപ്പോൾ നീ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നല്ലോ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ ഇത് ഞാൻ നിനക്കൊരു സജഷൻ തന്നിരുന്നു, എന്നാൽ അത് നീ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അതായിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ. നിനക്ക് പേടിയില്ലേ ഈ ഒരു നോൺ അഗ്രഷൻ ട്രീറ്റ് ബ്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്? എന്ത് സംഭവിക്കുമെന്നോ? അതിന് നിങ്ങളെല്ലാവരും ഈസ്റ്റേൺ ഡിപ്പോർട്ടുള്ള മെമ്പേഴ്സായിട്ട് ഫൈറ്റ് ചെയ്ത് മരിച്ചല്ലോ. പിന്നെ ഇവിടെ എന്ത് സംഭവിക്കാനാണ്? നീ എന്താണ് ഈ പറഞ്ഞത്? ഹെഡ് ഗാർഡിയൻ, റൈറ്റ് ഗാർഡിയൻ, ഒരാളെപ്പോലും ജീവനോടെ വെക്കണ്ട. യെസ് സാർ. അല്ല, ഓമാരെ തടയൂ. അടുത്ത സെക്കൻഡിൽ പിന്നെ കാണുന്നത് സർലി നേരെ അവിടേക്ക് തൻ്റെ സോഡുമായിട്ട് പോയി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശരീരം പല കഷ്ണങ്ങളായി മുറിച്ച് മാറ്റുന്നതാണ്. നിൻ്റെ നിന്ന് ഫ്ലെയിം ക്യൂയി എൻ്റെ മെത്ത് വർക്ക് ചെയ്യത്തില്ലടാ. അങ്ങനെ അവനായിട്ട് ആ സ്ഥലം തന്നെ നിർത്തി കത്തിക്കുന്നുണ്ട്. കോർട്ട് വുമൻ ഒരിക്കലും ഇവരോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ കോർ എനർജി എന്ന് പറയുന്നത് അത് അവരെക്കാട്ടും കൂടുതലാണ്. പെട്ടെന്നാണ് അവൾ ഞെട്ടിയത്. ഒരാൾ അവളുടെ സൈഡിൽ കൂടെ പോകുന്നത് അവൾക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു.
പിന്നെ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ശരീരം പല കഷ്ണങ്ങളായി മുറിഞ്ഞ് വീഴുന്നതാണ്. ഇതേ സമയം ആ ഒരു കോട്ടിലെ സുപ്പീരിയേഴ്സിന് പോലും അവനെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അത് നമ്മുടെ സാർ മായായിരുന്നു. സോ ഇതാണല്ലേ ഡിമോണിക് കൾട്ടിൻ്റെ പവർ. ഇവരെൻ്റെ മുഖത്ത് നോക്കിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇമ്പീരിയൽ പാലസിനെ ഇവരെന്നെ കൊച്ചാക്കി കാണുവാണോ? അടുത്ത സെക്കൻഡ് അവളുടെ വസ്ത്രങ്ങൾ കത്തി കരിയാനായിട്ട് തുടങ്ങി. നീ എനിക്ക് മറ്റു മാർഗങ്ങൾ തന്നില്ല, അതുകൊണ്ടാണ് ഈ നിമിഷം മുതൽ നീ ഇമ്പീരിയൽ പാലൻസിൻ്റെ എനിമിയാണ്. ഞാൻ ഇന്ന് ഡിമോണിക് കൾട്ടിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാനായിട്ട് പോകുവാണ്. അവളുടെ എനർജി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയി മാറിയിരിക്കുന്നു. ഹെഡ് ഗാർഡിയനും റെഡ് ഗാർഡിയനും വലിയ പ്രശ്നം കടത്തില്ല, പക്ഷേ ഹിയോബോങ്ങളെ സ്ഥിതിക്ക് ഞാൻ കുറച്ച് സൂക്ഷിച്ച് വേണം ഇവിടെ ചെയ്യാനായിട്ട്. അവളുടെ കൈ എന്തായാലും സ്റ്റീലിനോടൊപ്പം കട്ടിയുണ്ട്. ഹിയോബോങ്ങിൻ്റെ കാര്യത്തിൽ ഒന്ന് സൂക്ഷിക്കണം. ഇമ്പീരിയൽ പാലസ് ഗാർഡിയൻസ്. യെസ് മാം, പറഞ്ഞോളൂ. നമുക്കധികം സമയമില്ല, നമുക്കൊരുമിച്ച് അവനെ കൊല്ലേണ്ടതാണ്, അതും ഇപ്പോൾ തന്നെ. എന്ത്, ഡിമോണിക് കൾട്ടിൻ്റെ ലീഡറിനെയോ? അതെ, നേരത്തെ ഫൈറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരേ ലെവൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവന് ഉറപ്പായിട്ടും കൊല്ലാൻ സാധിക്കും. നിങ്ങൾ എനിക്കൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അല്ല പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ തന്നെ യെസ് മാം എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു രണ്ട് സൈഡിൽ കൂടെ ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ വന്നത്. എന്നാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടെ സാർമായും മറ്റൊരു സൈഡിൽ കൂടെ നമ്മുടെ ഹിയോബോങ്ങും അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ഹിയോബോങ് നേരത്തെ മുറിഞ്ഞു വീണ ആ ഒരു കൈ കൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്തത്. എന്നിട്ട് അവൻ പറയും ചെയ്യും, എന്ത് കാരണത്തിലാണെങ്കിലും ഡീമൺ ലോണിൻ്റെ നേരെ സോഡ് ഉയർത്താനുള്ള ഒരു അർഹത നിനക്കില്ലെന്ന് പറഞ്ഞിട്ട് അവനൊരു പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഫുൾ പവർ യൂസ് ചെയ്താണ് പഞ്ച് ചെയ്തെങ്കിൽ കൂടിയും അവൻ പറയും ചെയ്യും, നാശം, എൻ്റെ ഫുൾ പവർ ഞാൻ യൂസ് ചെയ്ത് എന്നിട്ട് പോലും അവൾക്ക് എൻ്റെ കൈയാണ് വിറക്കുന്നത്. ഇവരുടെ കൈ. നീ അപ്പോൾ സുപ്രീം പീക്കിലാണല്ലേ ഉള്ളത്, അപ്പോൾ ഡിമോണിക് കൾട്ടിലെ എല്ലാവരും അത്ര സ്ട്രോങ്ങർ അല്ലല്ലേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവൾ ഹിയോബോങ്ങിനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. ദേ അവൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് അവളുടെ ഒരു അറ്റാക്ക് ഹിയോബോങ്ങിൻ്റെ തൊട്ടടുത്തെത്തിയും പെട്ടെന്നായിരുന്നു അവനത് പറയുന്നത്. അവൻ സുപ്രീം പീക്ക് ആയതുകൊണ്ട് നീ ഡിസപ്പോയിൻറ്റഡ് ആയോ? എങ്കിലൊരു കാര്യം ചെയ്യ്, അവന് പകരം എന്നെ തൊട്ട് നോക്കുന്നതുകൊണ്ട് അവളുടെ സോഡ് പല കഷ്ണങ്ങളായിട്ട് സാർലി മുറിച്ചു മാറ്റി. എന്നിട്ട് പറയും ചെയ്യും, എന്താടി ഞാൻ നിൻ്റെ മാച്ചല്ലേ, എന്നെ നിനക്കെന്താ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് ചോദിക്കാൻ നേരത്ത് പിന്നെ കണ്ടത് അവളുടെ ശരീരം രണ്ടായിട്ട് അവൻ മുറിച്ച് കളഞ്ഞതാണ്. അവളുടെ ശരീരം നേരെ നിലത്തേക്ക് വന്നു വീണു. ഇതേസമയം മറ്റൊരുത്ത് അവളുടെ കയ്യില്ലാതെ നിപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ മരിച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും അവരെല്ലാവരും കൊന്നോ? ഞാൻ എന്തായാലും എൻ്റെ ഇനേറ്റ് കോർ എനർജി ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുവാണ്. ഇനി എനിക്ക് മറ്റേ മാർഗങ്ങളൊന്നുമില്ല. അല്ല, ഇനി എന്തായാലും നീ ഒറ്റക്കാണല്ലേ? എങ്ങനെയുണ്ട് ഒറ്റപ്പെട്ട അവസ്ഥ? ഇതേ സമയത്ത് സാർലിയുടെ അവിടെ ഉണ്ടാകുന്ന എല്ലാവരുടെ ശരീരത്തിൽ ഓരോരോ പാടുകൾ ഇടുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ പണി തീർന്നെന്നാണ് തോന്നുന്നത്. ഇനി എന്തായാലും ഇത് നമ്മുടെ മാർഷൽ ആർട്സ് ആണെന്ന് ആരും പറയത്തില്ല. ഗുഡ് വർക്ക്. പെട്ടെന്ന് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. നമ്മുടെ ഇയോണോടെ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അവനോടെ അത് ബ്ലോക്ക് ചെയ്തിട്ടും ഇത്ര ബാക്കിലേക്ക് വന്നു. എന്നാൽ അതേസമയം അവൾ വീണ്ടും അറ്റാക്ക് ചെയ്യും. ഇയോണോടെ വീണ്ടും ഇവിടുന്ന് ചാടി മാറുന്നുണ്ട്. അവൾ പല സൈഡിൽ കൂടിയാണ് ഇയോനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഇയോൺ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പറയും ചെയ്യും, നീ എത്രയെന്നും പറഞ്ഞാണ് നിന്നെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരറ്റാക്കിന് പോലും അവൻ്റെ മെത്ര അത്ര വലിയൊരു ഡാമേജ് കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു. നീ ഞങ്ങളെ വീണ്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, നീ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നാലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യും. ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നുണ്ട്. ഡീമൺ ലോർഡ്, നാശം, എനിക്ക് ആ ഒരു എനർജി ഇവിടെ നിന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവളുടെ ക്യൂ ശരിക്കും സ്ട്രോങ്ങറാണ്. എനിക്കിനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. എനിക്കറിയാം അവളുടെ ഫ്ലെയിം ക്യൂവിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. പക്ഷേ നിൽക്കവിടെ, നിനക്കറിയാലോ നിനക്ക് ഡീമൺ ലോർഡിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പാടില്ലെന്ന്. അതിലുപരി അവളുടെ ഫ്ലെയിം ക്യൂഐ ആ കോർട്ട് ലേഡീസിനെ വെച്ച് നോക്കാറത്ത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നിനക്കത് എനിക്കറിയാം. പിന്നെ പേടിക്കണ്ട, ഡീമൺ ലോർഡ് എന്തായാലും ഇപ്പോൾ പെട്ടെന്നാണ് അവനൊന്ന് ചിരിച്ചത്. എന്നിട്ട് പറയും ചെയ്യും, എന്തായാലും ഇമ്പീരിയൽ പാലസിൻ്റെ ഫ്ലെയിം ക്യൂയിനെ പറ്റി ഞാൻ അധികം കണ്ടിരിക്കുന്നു. നീ വീണ്ടും എന്നെ മോക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് അവളൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിലും ഇവൻ അവളുടെ തൊട്ട് മുമ്പിൽ നിന്ന് മാഞ്ഞുപോയി. അല്ല, അത് ഷിഫ്റ്റ് ക്ലോൺ ടെക്നിക്കല്ലേ? നീ എവിടെയാണ് നോക്കുന്നത്? എൻ്റെ പിറകിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പിറകിലേക്ക് ഒരു അറ്റാക്ക് ചെയ്തു. നാശം, അവൻ ഇവിടെ ഇല്ലല്ലോ. പെട്ടെന്നാണ് അവളത് ശ്രദ്ധിക്കുന്നത്. അല്ല, ഈ കാണുന്നത് ഷിഫ്റ്റ് ക്ലോൺ ടെക്നിക്ക് മാത്രമല്ല, വോയിഡ് സ്റ്റെപ്പും കൂടിയല്ലേ? ഈ മനുഷ്യൻ അവൻ്റെ
അതേസമയം പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്ത് അവളുടെ ഷോൾഡറിന്റെ ഭാഗം തന്നെ അവൻ മുറിച്ചങ്ങാട്ട് എടുത്തു. എന്നിട്ട് ചോര ഛർദ്ദിച്ചുകൊണ്ട് അവൾ പറയും ചെയ്യും, അവനെൻ്റെ 10-1 മാർഷൽ ആർട്ട് പവേഴ്സ് പോലും ഇതുവരെ യൂസ് ചെയ്തില്ലായിരുന്നല്ലേ. അവൾ നേരെ മുന്നിലേക്ക് വീഴുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തൻ്റെ കാല് ചവിട്ടി അവൾ അവിടെ നിന്നു. ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ പറഞ്ഞ് ചാടി ഒരു അറ്റാക്ക് ചെയ്തിട്ട് വരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് അവൻ്റെ ഒരു സോഡ് യൂസ് ചെയ്ത് അവനത് ബ്ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നിന്നെ വാൺ ചെയ്തെന്ന്. പിന്നെ കാണുന്നത് ഒരു മാസീവുള്ള എക്സ്പ്ലോഷനാണ്. അതേപോലെ അവളവിടെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അവളുടെ 2 കൈകളും അവൻ മുറിച്ച് മാറ്റിയിരുന്നു. തൻ്റെ സോഡ് അവളുടെ കഴുത്തിലേക്ക് വെച്ചു. അവളുടെ വൂൺസൊക്കെ ഓൾറെഡി ക്ലോസപ്പ് ചെയ്തിട്ട് തുടങ്ങി. ഡന്നായേ, നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ സാധിക്കുമെന്നോ? അല്ല, അങ്ങനെ തന്നെ വിചാരിച്ചത്. എന്തേ എങ്ങനെ നിനക്ക് തെറ്റി? നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്ന ശബ്ദവും കേട്ടുകൊണ്ട് ആരെങ്കിലും ഇവിടേക്ക് വരും. ഇമ്പീരിയൽ പാലസിനാ നിനക്കറിഞ്ഞൂടാ. നീ ചെയ്തത് ഒരു പെർഫെക്റ്റ് അല്ല ക്രൈമാണ്. ഇനി എന്തായാലും നീ ഇവിടുന്ന് ജീവനോട് രക്ഷപ്പെടത്തില്ല. അത് കൊള്ളാം. ശബ്ദമോ? നീ എന്താണ് വിചാരിച്ചത് അത് ഞാൻ കൺസിഡർ ചെയ്യത്തില്ലെന്നോ? എന്ത്? പെട്ടെന്നാണ് അവളത് നോക്കിയത്. അവളാട്ടെ അത് കണ്ട് ഞെട്ടി പോവുകയും ചെയ്തു. കാര്യം ആ ഒരു സ്ഥലം തന്നെ കംപ്ലീറ്റ്ലി അവൻ സൗണ്ട് പ്രൂഫ് ആക്കിയിരുന്നു. എന്താടി ഇപ്പം നിനക്ക് മനസ്സിലായോ? നിന്നെ രക്ഷിക്കാൻ ഇവിടേക്ക് ആരും വരത്തില്ല. ഇല്ല, ഇത് ഇമ്പോസിബിൾ ആണ്. നിനക്ക് ഇത്രയും വലിയൊരു സ്ഥലം ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കൊള്ളാം. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും നിനക്കത് വിശ്വാസം വരുന്നില്ലേ? അവൻ കള്ളം പറയുകയല്ല. ശരിയാണ്, എനിക്ക് മറ്റു നോയ്സുകളൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. കണ്ടിട്ട് നിന്റെ കൈകൾ ഹീലാകാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ നിന്റെ കൈ കട്ടിയത് മാത്രം പോരല്ലേ, ഒരു കാര്യം ചെയ്യാം. നിന്റെ തല തല്ലി പൊട്ടിച്ച അതും വീണ്ടും റീജറക്ട് ചെയ്യുമെന്ന് നോക്കാതെ കൊണ്ട് അവനൊരു അറ്റാക്ക് ചെയ്തിട്ട് റെഡിയാക്കി. പെട്ടെന്നാണ് അവൾ കിടന്ന് കാത്തത്. നീ എന്നെ കൊന്നാ നിന്റെ സബോർഡിനേറ്റ്സ് മരിക്കുന്നതായിരിക്കും. നീ കിടന്ന കാറല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവരെന്തായാലും ഇമ്പീരിയൽ പാലസിന്റെ പ്രസിഡന്റ് അകത്തോണ്ട് 3 പേരെ ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അറ്റാക്ക് അവളുടെ കഴുത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നു. നീ അവരെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ലല്ലോ. 3 പേരെയോ? അതിനർത്ഥം ഡാർക്ക്നെസ്സിലെ ആൾക്കാരെയല്ലേ അവരപ്പോൾ പിടിക്കപ്പെട്ടല്ലേ? നീയപ്പോൾ ഇമ്പീരിയൽ പാലസിൻ്റെ പ്രസിഡന്റിലാണ് അവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതെ, അവിടെ തന്നെ. ആ സമയത്ത് ഈയനൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഡിമോണിക് കൾട്ടിലെ ആൾക്കാർ ക്രൂവലാണെങ്കിലും അവരുടെ ആ ഒരു ബോണ്ട് അത് രക്തത്തിനെക്കാട്ടും കട്ടിയേറിയതാണെന്ന്. ഇവനെന്തായാലും കോൾഡ് ബ്ലഡുള്ള ഒരു മോൺസ്റ്റർ ഒന്നുമല്ല. അവരിവനെന്തായാലും വെറുതെ വിടത്തുമില്ല. ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഇമ്പീരിയൽ പാലസിൻ്റെ അവിടേക്ക് ഞാൻ ഇവനെ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലീഡർ ഉറപ്പായിട്ടും ഇവനെ കൊല്ലുന്നതായിരിക്കും. നീ എന്നെ വെറുതെ വിട്ടാ നിന്റെ സബോർഡിനേറ്റ്സിൻ്റെ ജീവൻ ഉറപ്പായിട്ടും ഞാൻ വെറുതെ വിടും. എന്നാൽ പിന്നെ ഒരു അറ്റാക്ക് അവിടെ ചെയ്യുകയും അവൾ കാണുന്നത് ഇവൻ്റെ ശരീരം തലകുത്തിനെ നിൽക്കുന്നതാണ്. അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായിരുന്നു. അതിനുശേഷം അവൾ കാണുന്നത് സ്വന്തം ശരീരത്തിൽ നിന്ന് ചോര തെറിക്കുന്നതാണ്. അവളുടെ തല തട്ടിത്തെറിച്ച് നേരെ നിലത്തേക്ക് വീണു. അല്ല, ഇത് നീ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ കാലങ്ങോട്ട് പൊക്കി. ഇല്ല, എന്തിനാണിവൻ? പിന്നെ അവളുടെ തല അങ്ങോട്ട് ചവിട്ടി പൊട്ടിച്ച് കളയുകയും ചെയ്തു. ഇവനട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് അവർ വന്നത്. ഡീമൻ ലോർഡ്, താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അല്ല ഡീമൻ ലോർഡ്, ഇവനോട്ട് നമുക്കപ്പോൾ പോകുകയല്ലേ? ഞാനും അതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഡാർക്ക്നെസ്സിലെ ആൾക്കാരെ അവർ ക്യാപ്ചർ ചെയ്തില്ലേ? മൈലോഡ്, ഞാൻ അതിരടക്കമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്കൾ അവരെ ഫ്രീ ചെയ്യാനായിട്ട് നോക്കുവാണോ? ഡീമലോഡ്, അത് ശരിക്കും ഡേഞ്ചേഴ്സ് ആണ്. അവർ ഇതേപോലത്തെ സീനിയേഴ്സിന് വേണ്ടി പ്രത്യേകം ട്രെയിൻ ചെയ്തവരാണ്. അവരുറപ്പായിട്ടും അവരുടെ ജീവൻ ഇപ്പോൾ എടുത്തു കാണും. എന്നോട് ക്ഷമിക്കണം, പക്ഷേ അവരുടെ ജീവൻ നമ്മളിപ്പോൾ രക്ഷിക്കാതിരിക്കുന്നതാണ്. ഇതേ സമയത്ത് ഹിയോബോങ്ങിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവരെ രക്ഷിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അവരെ ഞാനാണ് അപ്പോയിന്റ് ചെയ്തത്. അവരെ ഞാനിവിടെ ഉപേക്ഷിക്കാനാണെങ്കിൽ എനിക്ക് ഈ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് ഇരിക്കാൻ സാധിക്കുന്നത്? ഡീമൻ ലോർഡ്, അതിലുപരി ഈ നോറുകളുടെ കൈകൊണ്ട് മരിക്കേണ്ടവരല്ല അവർ. അല്ല, താങ്കളപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ഇതെവിടെയാണെന്നുള്ളത്. മൈലോഡ്, ഒരു വഴിയുണ്ട്. ഞാൻ ഒരാളെ ഇപ്പോഴും ജീവനോടെ ഇടുന്നുണ്ട്. ആ ഒരു മെയ്ഡിന് ചിലപ്പോൾ അത് അറിയാൻ പറ്റുമായിരിക്കും. അല്ല ഹെഡ് ഗാർഡിയൻ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ അവൾ കൺഫസ് ചെയ്യുമെന്ന്? ഇല്ല, അതെനിക്ക് ഉറപ്പാണ്. ഡീമൻ ലോർഡ്, ഞാൻ ഒരു പ്ലാൻ പറയട്ടെ. പിന്നെ കാണുന്നത് അവൾ കണ്ണ് തുറക്കുന്നതാണ്. പെട്ടെന്നാണ് ഞെട്ടി എണീറ്റത്. നാശം, എൻ്റെ ബോധം പോയോ? അത് കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് എൻ്റെ ബോധം. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം അവൾ കാണുന്നത് പലരും മരിച്ച് കിടക്കുന്നതാണ്. എൻ്റെ ബോധം പോയപ്പോൾ അവരെല്ലാവരും കൊന്നു കളഞ്ഞു.
ഇത് ദുസ്വപ്നം വല്ലതുമാണോ? അല്ല, സെക്കൻഡ് സുപ്രീം അദ്ദേഹം. പെട്ടെന്നാണ് അവൾ അതും കാണുന്നത്. അവളും അവിടെ മരിച്ചു കിടക്കുന്നത്. നാശം, എല്ലാവരും മരിച്ചിരിക്കുന്നു. ആ മോൺസ്റ്റേഴ്സ്. എത്ര നേരമായി എൻ്റെ ബോധം പോയിട്ട് എനിക്കറിഞ്ഞില്ലേ. ഇമ്പീരിയൽ പാലസിൻ്റെ ഇടയ്ക്ക് എനിക്കിത് പറയണമെന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേക്കാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് അവൾ നേരെ നിലത്തേക്ക് വീണത്. ഇല്ല, എൻ്റെ കാലുകൾ. അവളുടെ കൈ മാത്രമല്ലായിരുന്നു, അവളുടെ കാലുകളും അവർ മുറിച്ചു മാറ്റിയിരുന്നു. ദേ നോക്കിക്കേ, ഒരു മേടിനിപ്പോഴും ജീവനോടെ ഉണ്ട്. അല്ല, നീ കോർട്ടുമേൻ്റെ സൂപ്പർവൈസർ അല്ലേ? നീ എന്താണ്? അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളാരാണ്? നിങ്ങളെപ്പോഴാണ്? ഈ ഒരു ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് വന്നത്. പക്ഷെ കണ്ടത് ഈ ഒരു കാഴ്ചയാണ്. എത്ര പേരാണ് മരിച്ചു കിടക്കുന്നത്? ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഒരാളിപ്പോൾ സുപ്പീരിയേഴ്സിൻ്റെ ഒക്കെ പറയാനായിട്ട് പോയിരിക്കുവാണ്. അപ്പോൾ അധികം നേരമൊന്നും ആയിട്ടില്ല എൻ്റെ ബോധം പോയിട്ട്. ഞാനിത് എത്ര പെട്ടെന്ന് തന്നെ ഹയർ അപ്സിനടുക്ക് റിപ്പോർട്ട് ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും, നമുക്ക് എത്രയും പെട്ടെന്ന് ഫിസിഷ്യൻ്റെ അടുത്തേക്ക് പോകാം. അതല്ല, അതിന് ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഡേഞ്ചറസ് ഉള്ള എനിമീസ് ഉണ്ട്. അവർ നമുക്ക് എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. കുഴപ്പമില്ല, എംബറോ യൂണിഫോം ഗാർഡ്സ് എല്ലാം ഇവിടേക്ക് വരും. അത് പോരാ, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്ലീസ് എന്നെ മുഖത്തേക്ക് എടുത്തു, ഞാൻ വഴി പറഞ്ഞുതരാം. അവിടേക്കൊന്ന് ചെന്നാൽ മാത്രം മതി. അല്ല, നിനക്ക് ഫിസിഷ്യനെ പ്ലീസ്, ഞാൻ പറയുന്നതും കേക്ക്. അത്രയ്ക്ക് അർജൻറ്റാണോ? എങ്കിൽ പിന്നെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ബാ, വന്ന് കയറിക്കോന്ന് പറഞ്ഞിട്ട് ഹിയോ പൊങ്ങാട്ടെ അവൻ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളെ എടുക്കുകയും ചെയ്യും. ബാ, ആ വഴി വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് ഓടി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇയോൺ ചിയോണോ ആയിരുന്നു. അങ്ങനെ അവർ കുറച്ചു ദൂരം മുന്നിലേക്ക് ഓടി. നിനക്ക് വേഗത്തിലോടാൻ സാധിക്കത്തില്ലേ? അല്ല, നിന്റെ അവസ്ഥ എന്നെപ്പറ്റി ആലോചിക്കണ്ട, ഒന്ന് ഓട്. എങ്കിൽ പിടിച്ചിരിക്കുന്നു പണ്ട് അവൻ നേരെ മുന്നിലേക്ക് പാഞ്ഞ് ഓടുകയാണ് ചെയ്തത്. ഇവൻ ശരിക്കും ഫാസ്റ്റാണ്. എംബറോ യൂണിഫോം ഗാർഡ്സ് ഇത്രമധികം ഫാസ്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. അതിലുപരി അവൻ്റെ കൂടെയുള്ളവരും ഇതേപോലെ തന്നെ പിടിച്ചു നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഫസ്റ്റ് റേറ്റുള്ള മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നാണ്. ആ സമയത്താണ് അവിടെ അത് ശ്രദ്ധിക്കുന്നത്. നമ്മൾ എത്താറായിരിക്കുന്നു. ദേ, ഇതാണ് വഴി. അല്ല, ഈ കാണുന്നത് ദ ഇമ്പീരിയൽ ടൂംബല്ലേ? ഇവിടെ നിൽക്കി. പെട്ടെന്നാണ് അവളൊന്ന് ശ്വാസം വിടുന്നത്. ഇവളെൻ്റെ അടുത്ത് നിൽക്കുകയാണല്ല. അയ്യോ, എൻ്റെ കാത്. പെട്ടെന്ന് ഹിയോപ്പ് അങ്ങനെ കഴുതു നോക്കി അവൾ പിടിച്ചു. നീ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു 3rd ഗ്രേഡറുള്ള സിവിൽ സെർവൻ്റ് ആണ്. ഇമ്പീരിയൽ പാലസ് ഗാർഡിയൻസിൻ്റെ മജസ്റ്റിയാണ് ഡയറക്റ്റ് ഓർഡേഴ്സ് ഞങ്ങൾക്ക് തരുന്നത്. നീ ഇനി ഇവിടെ കാണാൻ പോകുന്നത് എല്ലാം തന്നെ മറന്നേക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ ഇമ്പീരിയൽ മാജിസ്ട്രേറ്റ് ഓർഡേഴ്സ് പ്രകാരം ഞാൻ നിന്നെ കൊല്ലേണ്ടി വരും. മനസ്സിലായി. അകത്തേക്ക് പോ. ഇതിൻ്റെ അകത്തേക്കോ? അതേ, സമയമില്ല, പോകാൻ നോക്ക്. സത്യം പറഞ്ഞാൽ ഇവരെ പറ്റി ആലോചിക്കാൻ നേരത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇവരെന്നെ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷേ എൻട്രൻസിൽ വെച്ച് തന്നെ ഇവരെ കൊല്ലേണ്ടി വരുമല്ലോ. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് നടന്നു. അല്ല, ഇത് ഫൗണ്ടിങ് എംബറിൻ്റെ ഇമ്പീരിയൽ ടൂമാണ്. ഇവിടേക്ക് എന്തിനാണ് വന്നത്? അങ്ങനെ അവരകത്തേക്ക് കടക്കുന്നുകൊണ്ട് പെട്ടെന്നാണ് ആ ഫോട്ടോ കൊണ്ട് അവരൊന്ന് നിന്നത്. നീ എന്ത് ചെയ്യുവാണ്? തലകുലിക്കുന്നില്ലേ? അല്ല, അത് പിന്നെ ഓഫ് കോഴ്സ് ദി ഫൗണ്ടിങ് എംബറിനെ കടന്നിട്ട് നമ്മൾ നമ്മുടെ റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ദി ആ കാണുന്ന റെഡ് ക്ലോത്ത് ഉണ്ടോ? അവിടേക്കോ? അതെ. എന്നിട്ട് അത് മാറ്റി നേരെ അകത്തേക്ക് കയറി. സോ ഇമ്പീരിയൽ ടൂമിൻ്റെ അകത്ത് ഒരു പാത്ത് വേണ്ടല്ലേ? ഇത് ശരിക്കും ക്ലെവറായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീണ്ടും മുന്നിലേക്ക് നടന്നു. ദേ, ആ കാണുന്ന ഭിത്തി കണ്ടോ? അവിടേക്ക് ചെല്ലി. പിന്നെ കാണുന്നത് ഒരു വലിയ ജെയ്ഡുള്ള ഒരു ഭിത്തിയാണ്. ഇതൊരു ജെയ്ഡ് വാളാണല്ലോ. അതിലുപരി അതൊരു കിറിൻ്റെ ഫോട്ടോയാണ്. കിറിൻ എന്ന് പറയുന്നത് ഒരു ഇൻകാർണേഷൻ ഓഫ് ഫയർ എന്നാണ് പറയപ്പെടുന്നത്. അവൻ്റെ ശരീരം കംപ്ലീറ്റ്ലി തീയിൽ ജ്വലിക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ഏൻഷ്യൻ ടൈമിൽ ഒരു ജീവിച്ചിരുന്ന ഒരു മിത്തിക്കൽ ക്രീച്ചർ കൂടിയാണിത്. എന്നാൽ ഇമ്പീരിയൽ ടൂമിൻ്റെ എന്താണ് ഇങ്ങനൊരു പടം വരച്ചിരിക്കുന്നത്? അതിലുപരി അത് വരച്ചിരിക്കുന്ന രീതിയാണ് കാര്യം. അത് വിരലിൽ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അതിന് ഇമൻസ് അല്ല കിയോയും ആവശ്യമുണ്ട്. ആ വാളിൻ്റെ അടുത്തേക്ക് ചെല്ലു. ഇത്രയും മതിയോ? എന്നിട്ട് ആ കിറിൻ്റെ 2 കണ്ണിലേക്ക് അവൾ കുത്തുകയും പെട്ടെന്നാണ് അത് തുറന്നു വന്നത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മാസീവുള്ള വഴിയാണ് കാണാൻ സാധിച്ചത്. ആ സമയത്ത് അവൾ പറയുകയും ചെയ്യും, ആ കോർട്ട് ലേഡീസിൻ്റെ സൂപ്പർവൈസറെ വെച്ച് നോക്കുന്നിടത്ത് അതിലും മോൺസ്റ്റേഴ്സ് ആയുള്ള ഒരു എനർജി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പീരിയൽ ഗാർഡിയൻസ് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. ബാ, അകത്തേക്ക് പോകാം. അങ്ങനെ അവർ നേരെ അകത്തേക്ക് പോയി. അല്ല, ഇത്രയും വലിയ സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഒരു പ്രിസൺ കാണാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അറിയുമോ? അത് നിന്നെപ്പോലെടുത്തും ചോദിക്കേണ്ട ചോദ്യമല്ല. ശബ്ദിക്കാതെ എൻ്റെ കൂടെ വരാൻ നോക്ക്. ഇത് ഹിയോബോങ്ങിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഇവളെ ഞാൻ തന്നെ കൊല്ലുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അതേ സമയമാണ് അവന് ആ ഒരു രക്തത്തിൻ്റെ സ്മെല്ല് കിട്ടിയത്.
അങ്ങനെ ഇമ്പീരിയൽ പാലസിൻ്റെ ആ ഒരു സെൻട്രൽ പാത്വേയിലേക്ക് അവർ ചെന്നു. എന്നാൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും മരിച്ച് കിടക്കുന്നതാണ്. ഇവരെല്ലാവരും തന്നെ ഇവിടെ ഗാർഡ് ചെയ്യാൻ നിൽക്കേണ്ടതല്ലേ, പക്ഷേ എങ്ങനെയാണ് പെട്ടെന്നാണ് ഇയോൺ പറഞ്ഞത്. ഇതൊട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മുന്നേ തന്നെ വിസിറ്റേഴ്സ് ഉണ്ടല്ലേ, ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു പോയി. ഇനി എന്തായാലും ഞാൻ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഒരു തവണ കൂടെ ഞാൻ ചോദിക്കും, ഇവിടെ ഏതെങ്കിലും പ്രിസൺ ഉണ്ടോ ഇല്ലയോ? നാശം, എനിക്ക് ഉറപ്പാണ് അത് ഡിമോണിക് കൾട്ടിൻ്റെ ലീഡർ തന്നെയാണ്. അല്ല, അവൻ എങ്ങനെയാണ് അപ്പോൾ ശബ്ദം മാറ്റി സംസാരിച്ചത്? അത് മാത്രമല്ല, അപ്പോൾ അവൻ എന്നെ മനഃപൂർവ്വം ജീവനോടെ വിട്ടതാണല്ലേ ഈ സ്ഥലത്തേക്ക് വരാനായിട്ട്. ഇവനപ്പോൾ ഇവിടേക്ക് വരാനാണെങ്കിൽ ഇവൻ്റെ കൂടെയുള്ളവനൊന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഹിയോബോങ്ങിനെ അവൾ അറ്റാക്ക് ചെയ്യേണ്ടി വന്നു. അവൻ തൻ്റെ സോഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ശരീരം പല കഷ്ണങ്ങളായി തിരിഞ്ഞ് ഒടിഞ്ഞു പോയി. എന്നിട്ട് അവൾ നേരെ മരിച്ച് നിലത്തേക്ക് വീണു. ഹിയോബോങ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് മൈ ലോർഡ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് അവളെക്കാട്ടും വേഗത്തിൽ ആ സോഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ഡീമനിലോട് അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, ഈ കാണുന്നൊക്കെ നമ്മുടെ സോഡ് ടെക്നിക്കാണല്ലോ. അത് ഭൂമി ആബ്സൊല്യൂട്ട് സോഡാണ്. ഇവിടെ ഉണ്ടെന്ന ഓരോരുത്തരും മരിച്ചത് നമ്മുടെ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹിയോബോങ്, നമ്മുടെ സ്ക്വാഡ് ലീഡേഴ്സിനെ കണ്ടെത്തിയാൽ മാത്രം ഇതിവിടം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണ്? പിന്നെ കാണിക്കുന്നത് 6th സെൻട്രൽ റൂമാണ്, ഇമ്പീരിയൽ പാലസ് ഗാർഡിയൻ ഹാളിന്റെ. അവിടെയാണ് ഫസ്റ്റ് ഗ്രേറ്റ് സുപ്രീം ആയിട്ടുള്ള ദി ഇമ്പീരിയൽ പാലസിന്റെ 3rd ഗാർഡിയൻ ഉള്ളത്. ഗ്രേറ്റ് സുപ്രീം, ഒരു പ്രശ്നമുണ്ട്, അവരിവിടേക്ക് എത്തിയിരിക്കുന്നു. അവരിപ്പോൾ 5ാമത്തെ റൂം വരെ എത്തിയിരിക്കുന്നു. 5ാമത്തെ റൂമോ? അവരെങ്ങനെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്? ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. നാശം, എന്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പകുതി ഫോഴ്സ് നമ്മുടെ കൂടെയില്ല, അതിലുപരി ദി 2nd ഗ്രേറ്റ് സുപ്രീമും ഇല്ല. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സമയത്ത് തന്നെ? എനിമീസ് എന്തായാലും ട്രഷർ തേടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒരിക്കലും നമ്മളിത് അനുവദിച്ചുകൂടാ. പറഞ്ഞത് മനസ്സിലായോ? പെട്ടെന്നാണ് ഒരു എനർജി അവിടേക്ക് എമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് സെൻസ് ചെയ്തപ്പോൾ അവൻ തന്നെ പേടിച്ച് വിറച്ചുപോയി. അതേസമയം ഒരാളുടെ അവിടേക്ക് നടന്നു വരും. എനിക്ക് ശ്വാസം പോലും എടുക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇത്രയും ബ്ലഡ് ലെസ്റ്റ്? അതിലുപരി ആരാണ് ഇവരൊക്കെ? അതിലുപരി ആ ഒരു ചോര കളറിൽ അവരുടെ ബ്രൗൺ കേപ്സ് എത്താനിട്ട് അവർ എത്ര പേരായിരിക്കും കൊന്നിട്ടുള്ളത്? പിന്നെ കാണിക്കുന്നത് 3 പേർ അവിടേക്ക് നടന്നു വരുന്നതാണ്. അതിന് മുമ്പിലാട്ടെ അവരുടെ ലീഡറായിട്ടുള്ള ആ ഒരു സ്ത്രീയും നടന്നു വരുന്നുണ്ടായിരുന്നു. ഈ കീടങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുവാണല്ലോ. ഇവരെ ഞങ്ങളുടെ കയ്യിലേക്ക് വിട്ടേക്ക്, ട്രേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതല്ലേ. നിങ്ങൾ ട്രഷർ റൂമിലേക്ക് പൊക്കോ. അതിനുശേഷം 2 പേര് അവിടെ ഗാർഡ് ചെയ്യാനായിട്ട് നിന്നിട്ട് 2 പേർ മുമ്പിലേക്ക് നടന്നു. അവരെ കൊല്ലി, അവർ ട്രസ് പാസ് ചെയ്യുവാണ്. ആ സമയത്താണ് അവൾ തന്നെ സോഡൊന്ന് അനക്കിയതള്. പിന്നെ കാണുന്നത് പലയുടെ ശരീരം പല കഷ്ണങ്ങളായി മുറിഞ്ഞ് പോകുന്നതാണ്. മഴ പെയ്യുന്ന പോലെയാണ് ശവശരീരങ്ങൾ നേരെ നിലത്തേക്ക് വീണത്. കീടങ്ങൾ, നാശം, അവർ ശരിക്കും ഫാസ്റ്റ് ആണല്ലോ. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ദി 3rd സുപ്രീമിനെ പോലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവരൊക്കെ ആരാണ്? ഇമ്പീരിയൽ പാലസ് ഗാർഡിയൻ ഹാൾ ഇതാടെ ഒരു ഹിഡൻ ആയുള്ള ഒരു പ്ലേസ് ആണ്. അതായത് ഇമ്പീരിയൽ ടൂമിന്റെ താഴത്താണുള്ളത്. 7 റൂംസ് ആണ് ഇവിടെ ഉള്ളത്. 7ാമത്താണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് റൂം. അവിടെയാണ് ആ ഒരു സംഭവം ഉള്ളത്. ഈവൻ 2nd and 3rd സുപ്രീംസിന് പോലും അവിടേക്ക് ചെല്ലാനുള്ള അർഹതയില്ല. പിന്നെ കാണിക്കുന്നത് ദി 7th റൂമാണ്. അല്ല, ഇവിടുത്തെ ചൂട് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ട് വരുവാണല്ലോ. എൻ്റെ ഇൻ്റർണൽ എനർജി യൂസ് ചെയ്തിട്ട് പോലും ഞാനിവിടെ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതുകൊള്ളാം, നീ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങിയോ? അവളാട്ടെ ഒരു വിയർപ്പ് പോലും ഒലിപ്പിക്കുന്നില്ല. സുപ്രീം സെർവർ ഓഫ് ദി 6 മാർഷൽ ആർട്സിൻ്റെ എക്സിക്യൂട്ടീവിന് ഇത്ര സ്ട്രെങ്ത് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ എത്തിയെന്നാണ്. പെട്ടെന്നാണ് അവനിത് ശ്രദ്ധിക്കുന്നത്. അല്ല, ഇതൊരു വലിയൊരു വാളാണല്ലോ. അത് മാത്രമല്ല, അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ട്രഷർ തേടി വരുന്നവരെല്ലാവരും ഇവിടെ ട്രാപ്പ് ചെയ്ത് മരിക്കപ്പെടുന്നതാണ്. ഇത് ഫോഴ്സ്ഫുള്ളി രക്ഷപ്പെടാൻ നോക്കുന്നവരെല്ലാവരും ക്രഷ് ചെയ്ത് മരിക്കുന്നതായിരിക്കും. ഇത് ക്രീപ്പിയുള്ള വാണിംഗ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് റെഗുലറായുള്ള ഒരു വാളാണെന്നാണ്. പക്ഷേ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഇത് ബ്രിക്ക് വാളാണല്ലേ. പെട്ടെന്നാണ് അവൾ ശ്രദ്ധിച്ചത്, അകത്തേക്ക് കയറി അത് നോക്കിയത്. അപ്പോൾ ഇത് ബ്രിക്ക് ഷേപ്പിലാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. ഈ വഴി ആരെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നിലത്തേക്ക് വീഴുമല്ലേ. ഇതെന്തായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് മുന്നിലേക്ക് നടക്കാൻ നമ്മളുണ്ട്. അവർ നേരെ മുന്നിലേക്ക് നടന്നു. പിന്നെ കാണിക്കുന്നത് 4th ഫ്ലോറാണ്. അവിടെ കുറേ പേര് മരിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇത് ശരിക്കും ബോറിംഗ് ആണ്. ഞാൻ ഒരു സെക്ട് ലീഡറാണ്. ഈ ട്രേസസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിയാറായിട്ട്. ആ സ്ത്രീ എന്തായാലും ഇപ്പോൾ ട്രഷർ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതി. പെട്ടെന്നാണ് അവനൊരു പ്രസൻസ് സെൻസ് ചെയ്തത്. എന്ത് റീഎൻഫോഴ്സ്മെൻറ്റ് വന്നോ? ഇത് കുറച്ച് നേരത്തെ ആയി പോയല്ലോ. അപ്പം നമ്മളിവിടെ എത്തിയല്ലേ?
പക്ഷെ ഇവിടുത്തെ ദുർഗന്ധം വീണ്ടും ശോകമാണല്ലോ. ആ നിന്നെ കണ്ടെത്തി, അപ്പൊ അവസാനം നിന്റെ ഒപ്പം ഞങ്ങൾ എത്തിയല്ലേ. അവൻ എത്ര ധൈര്യം കൊണ്ടിട്ടാണ് അവൻ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയത്. അവൻ്റെ അറോഗൻസ് ഒന്ന് ഞാൻ തീർത്തു കൊടുക്കണം. നീ ഇവിടേക്ക് ഒറ്റ കാണാൻ വന്നത് അത് നീ അറിയേണ്ട കാര്യം ഉണ്ടാടാ. ഞാനിവിടെ കംപ്ലീറ്റ്ലി ബോറടിച്ചിരിക്കുകയാണ്. നിനക്കാണെങ്കിൽ ഒരു പേടി പോലും ഇല്ലല്ലേ. കാണിച്ച് തരാടാ നിന്നെ. കാണിക്ക് വേണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിന്റെ അഹങ്കാരം തീർത്തു തരാൻ കൊണ്ട് പെട്ടെന്നായിരുന്നു ഹിയോ വോങ്ങിനെ അവൻ അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. ഹിയോ വോങ്ങാട്ടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് അവൻ്റെ സൈഡിൽ കൂടെ നേരെ നമ്മുടെ ഇയോൺ ചെയ്യാൻ പാഞ്ഞു വന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് ആ ഒരു അറ്റാക്ക് കുത്തി ഇറക്കുന്നതാണ്. അവൻ ഞെട്ട് ധരിച്ചു പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ബാക്കിലേക്ക് അവൻ ചാടി മാറി. ഞാനവനെ സെൻസ് ചെയ്ത പോലും ഇല്ല. അവൻ എത്ര നിസ്സാരമായിട്ടാണ് എന്നെ ഓവർ പവർ ചെയ്തത്. എംബ്രോ യൂണിഫോം കളി ഇത്ര സ്കിൽഫുൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വയറ്റിലുള്ള ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എൻ്റെ ഇൻറ്റേർണൽ ഇഞ്ചുറി കംപ്ലീറ്റ്ലി നശിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാം, അവൻ്റെ ഒരു കൈ അങ്ങോട്ട് മുറിഞ്ഞ് പോവുകയും ചെയ്തു. ഉച്ചത്തി അവൻ വേദന കൊണ്ട് കിടന്ന് അലർന്നുകൊണ്ട്, നീ എന്താണ് വിചാരിച്ചത് ഞങ്ങളുടെ കൾട്ടിൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്ത് ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചോ? അതങ്ങോട്ട് മറഞ്ഞു പോകുമെന്നോ? എന്ത് ഞങ്ങളുടെ കൾട്ടോ? അതിനർത്ഥം ഇവൻ ഡിമോണിക് കൾട്ടിൽ നിന്ന് ഉള്ളവരാണ്. ഇവൻ ആരാണ്? പെട്ടെന്ന് ഇവൻ മറ്റൊരു അറ്റാക്ക് ചെയ്ത് അവൻ്റെ കാലും അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് അവൻ വീണ്ടും കിടന്ന് നിലവിളിക്കുന്നുണ്ട്. നീ ഉത്തരം തരാത്ത ഓരോ സെക്കൻഡിലും നിന്റെ കൈ കാലുകൾ ഇതേപോലെ മുറിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവൻ ശരിക്കും ഒരു ഭ്രാന്തനാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇമ്പീരിയൽ പാലസിൻ്റെ 6th റൂമാണ്. അവിടെ ഒരുത്തനുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുവാണ്. നാശം, അവരെല്ലാവർക്കും എന്നേക്കാൾ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ പവറുള്ളവരാണ്. എന്നാൽ ഇമ്പീരിയൽ പാലസിന് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയുണ്ടായത്? എടുത്തു പറയേണ്ടത് ആ ഒരു സ്ത്രീയാണ്, ദി ബ്ലേഡ് മാസ്റ്ററോ. അവൾ എന്തുമാത്രം സ്കിൽഫുള്ളാണ്. ഒരൊറ്റ അറ്റാക്ക് കൊണ്ടാണ് അവൾ എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. എൻ്റെ 2 കൈ മുറിഞ്ഞു പോവുകയും ചെയ്തു. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി പവർലെസ് ആണ്. എന്നാലും എൻ്റെ വാരിയേഴ്സ് മരിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കേണ്ടി വരുമോ? എന്നാൽ ബാക്കിയുള്ളവർ വീണ്ടും അവരെ അറ്റാക്ക് ചെയ്തിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും നിസ്സാരമായി തന്നെ അവരെ കൊന്നൊടുക്കുന്നുമുണ്ട്. അവനായിട്ട് ചോരയിൽ കുളിക്കുകയായിരുന്നു. ഇനി എത്ര പേര് ബാക്കിയുണ്ട്? ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കണ്ടിട്ട് 5 പേരേ ഉള്ളൂ, അവരെ ഞാനെടുത്തോളാം. പെട്ടെന്നാണ് ആ സ്ഥലം തന്നെ കുലുങ്ങാനായിട്ട് തുടങ്ങിയത്. അല്ല ഇതെന്താണ്? അടുത്ത സെക്കൻഡിലാണ് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. സ്പിയർ ബ്ലേഡ് മാസ്റ്റർ മുന്നിൽ നിന്ന് മാറുന്ന പറയുമ്പോൾ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ റൂഫിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.